ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ നാടൻ ബീഫ് പുരളനാണ്. അപ്പം ഇത് ഒരു അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് കറിയല്ല, ബീഫ് പുരളൻ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മോരുകറിയുടെ റെസിപ്പി കൂടെ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ബീഫ് പുരളൻ നമുക്ക് ഉണ്ടാക്കാം. അതിനായി 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസാക്കി നന്നായി ക്ലീൻ ചെയ്തിട്ട് വെള്ളം വറുക്കാനായിട്ട് വെക്കണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് വേണം. അപ്പം ഞാൻ തേങ്ങാക്കൊത്ത് എടുക്കാനായിട്ട് ഒരു ഐഡിയ കാണിച്ചു തരാം. ഈ തേങ്ങയുടെ ചിരട്ടയിൽ നിന്ന് തേങ്ങ അടർത്തി എടുക്കാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് ഇട്ടിട്ട് ഇതുപോലെ തേങ്ങമുറി അതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം തേങ്ങ മുഴുവൻ മുങ്ങിപ്പോകരുത്, അതിൻ്റെ ഒരു 1/4 പോർഷനോളം മതി. തേങ്ങ താഴെ പോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ചെരിഞ്ഞു പോകാതിരിക്കാനാണ് ഇതുപോലെ സ്റ്റാൻഡ് ഇട്ട് വെക്കുന്നത്. എന്നിട്ട് അത് ഒരു 5 മിനിറ്റോളം തിളപ്പിക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് അടർത്താൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ എഡ്ജ് ഭാഗത്താണ് കുറച്ചത് പിടിച്ചിരിക്കുന്നുണ്ടാവുക. അപ്പം നമുക്ക് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജിൽ നിന്ന് അതൊന്നും ഇങ്ങനെ തിക്കി കൊടുക്കാം. അപ്പം നല്ല കെയർഫുള്ളായിട്ട് ചെയ്യണം. നമ്മുടെ കൈയൊന്നും പെടാതെ മെല്ലെ മെല്ലെ സൈഡിൽ നിന്ന് തിക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ അടിഭാഗം ഇത് ഓൾറെഡി വിട്ടിട്ടുണ്ട് തിളച്ച കാരണം. അപ്പം നമ്മളിങ്ങനെ എഡ്ജുകൾ മാത്രം ഒന്ന് തിക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനൊരു മെത്തേഡ് കാണിച്ചെന്നുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കി എടുക്കാം. അപ്പം തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് അടർത്തി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പം ഈ റെസിപ്പിക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്തു. ഇനി ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, അധികം ബ്രൗൺ കളറാക്കി എടുക്കുന്നത് വേണ്ട. ഇത് ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ബീഫിലേക്ക് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ബീഫ് ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1/4 വേവാകുമ്പം എടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് വേവിക്കണ്ട. ഇന്ന് മസാല ചേർത്തിട്ട് ശരിക്കും വേവിക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ചുവന്നുള്ളിയാണ് നമുക്ക് വേണ്ടത്, സവാള വേണ്ട. അതിന് പകരം ഒരു 200 ഗ്രാമോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, ഒരു 10 വെളുത്തുള്ളി, 2 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ചുവന്നുള്ളി മാത്രം നമുക്ക് അരിഞ്ഞ് വെക്കാം. ചുവന്നുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചു. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളകും വേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ മുളക് പൊടിയൊക്കെ നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് കൂട്ടിയൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ഫ്രൈ ആയ മണം വരണം. കരിഞ്ഞ മണമല്ല കേട്ടോ, നല്ല ഫ്രൈ ആയിട്ടുള്ള മണം വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഒരു പകുതി വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4 വിസിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വെന്ത് കിട്ടിയത്. ഇനി നമുക്ക് ഈ മസാല ചേർത്തിട്ട് ഇത് ബാക്കിയും കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ ബീഫിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ 2 വിസിലും കൂടെ കൊടുത്തു. ഇപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റിയെടുക്കണം. ഡ്രൈ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഡ്രൈ ആക്കി ഇപ്പോൾ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർക്കേണ്ടത്. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം ഒരു 10 മിനിറ്റോളം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം.
അപ്പോൾ അത് അടിപൊളി ബീഫ് പുരളിൻ്റെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണുണ്ടോ. ഇതിൻ്റെ കൂടെ ചോറിൽ കഴിക്കാനായിട്ട് നമുക്കൊരു ഒഴിച്ചുകറി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയാണ്. 1 കപ്പ് പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പം പുളിയുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക്, ഒരു 4 വെളുത്തുള്ളി, ഒരു 4 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാരണ മുളകായാലും മതി. ഇനി വേറൊരു വലിയ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒന്നടിച്ച് ലൂസാക്കി എടുക്കണം. പിന്നെ നമുക്ക് കനമുള്ള ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഫ്രൈ ആവുന്ന വരെ ഇളക്കി കൊടുക്കണം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം ചെറുതാക്കണം. ചൂട് ഒരുവിധം കുറയണം. ചൂട് തീരെ പാടില്ല. ആ സമയത്ത് നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത് അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ചുള്ള വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറഞ്ഞില്ലെങ്കിൽ പിരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ നല്ലോണം തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് അവിടെ മോരുകറി തയ്യാറായി. ഈ 2 റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.